പഴമൊഴിയുണ്ടില്ല, അത് കൂപ്പിയിലാകും. കൂപ്പക്കാരണം സൂക്ഷിക്കണം. അവരൊരിക്കലും വാഗ്ദാനം വാങ്ങി നടത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ പിടിച്ചത്. അതുകൊണ്ടാണ് ഉഗ്രമായി ബന്ധപ്പെട്ടത്. ചരിത്രത്തിലുടനീളം പറയപ്പെടുന്നത് അൽ കൂപ്പിയിലാകും. കൂപ്പക്കാരാണ്. അവർ രണ്ടാമത് ഒന്ന് ആലോചിക്കണം, വിശ്വസിക്കണമെങ്കിൽ വഞ്ചിക്കരുത്. നിരന്തരമായ കത്തുകൾ ഉഗ്രഹം അയച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ ഈ ഇസ്ലാമിക സമൂഹത്തിൽ ഞങ്ങളെ വന്നേക്കെടുക്കണം, ഞങ്ങളെ നേതൃത്വം കൊടുക്കണം. ഇവിടെ യസീദിന്റെ ഭരണത്തിൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, ഇബ്നു സിയാദിന്റെ സൈന്യം ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ മരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കത്തുകൾ, ആയിരക്കണക്കിന് കത്തുകൾ ഹുസൈൻ പോവാണ്. ഹുസൈൻ അള്ളാഹിനെ കണ്ടപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഗദ്ഗതം അവരിങ്ങനെ തലച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ മടിയിൽ കിടന്ന് വളർന്ന ഹുസൈൻ അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കാൻ പറ്റുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒക്കത്ത് ഹസനെയും ഹുസൈനെയും പലപ്പോഴും പിടിച്ചുകൊണ്ട് ഇതെന്റെ മക്കളാണ്, നമസ്കാരത്തിൽ പോലും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റാരും വിരിക്കാത്ത വിരിപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹസനെയും വിരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അവരോടുള്ള സ്നേഹം പ്രവാചകനുണ്ടായിരുന്നെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം പോലെ തന്നെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാലറസൂലുള്ള ഹുസൈൻ മിന്നി അനബി ഹുസൈൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹുസൈൻ മിന്നി ഹുസൈൻ എന്നിൽ നിന്നാണ്, അനബി ഹുസൈൻ ഞാൻ ഹുസൈനിൽ നിന്നാണ്. എന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞേണ്ട പറയുക. അപ്പൊ ഹുസൈനിന്റെ ഉത്തരവിനെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കുക. സിറമാനൊരു മഹത്വമുണ്ട്. അത് ഇസ്ലാമിക സമൂഹം പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കരുത്തിന്റെ കഷ്ടങ്ങളാണ്, അവരുടെ എനിക്കൊരിക്കലും വേർപെടാൻ കഴിയാത്തവരാണ്, എന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടാണ് ആ മക്കളെ ഹസനെയും ഹുസൈനെയും വളർത്തിക്കൊണ്ടിരുന്നത്. പ്രവാചകൻ സ്നേഹിച്ചത്, പ്രവാചകൻ വളർത്തിയത്. അങ്ങനെ വളർന്ന പ്രവാചകന്റെ വഴിത്തെറ്റിൽ കിടന്ന് വളർന്ന പ്രവാചകൻ ഹുസൈൻ അള്ളാഹുവിനെ ഒരിക്കലും സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ പല സഹായികളും പോകേണ്ടതില്ല. കാരണം അവരുടെ ഭരണ ചരിത്രം അറിയാവുന്നതുകൊണ്ടും അവിടെ ചെന്നൊരു ഭരണകൂടത്തോടാണ് ഏറ്റുമുട്ടുന്നത് എന്നതുകൊണ്ടും, എല്ലാ നിയമം ഇല്ലാത്ത ഒരു ഭരണകൂടമായിക്കോട്ടെ, ഭരണകൂടത്തോട് ഒരു സമൂഹത്തിൽ ഭാഗം ഏറ്റുമുട്ടാൻ ചെന്നാൽ അതിന്റെ പരിണിതഫലം എന്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടും പലരും തടഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം ഈ വരുന്ന എഴുത്തുകളുടെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നു തന്നെ ഇമാമാക്കാൻ, ഖലീഫയാക്കാൻ. അതുകൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു, അല്ലാണ്ട് യുദ്ധം ചെയ്യാനല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹുസൈൻ കർബലയിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടത് ഭരണകാലം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് 70 താഴെയുള്ള ആൾക്കാർ, തന്റെ കുടുംബക്കാരായ ആൾക്കാർ മാത്രമല്ലത്തിൽ കൂടെയുള്ളൂ. അദ്ദേഹം ഒരു യുദ്ധത്തിനാണ് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തോട് യുദ്ധത്തിനാണ് അദ്ദേഹം പുറപ്പെടുന്നതെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ ബാക്കിയെല്ലാവരും കൂട്ടിയിട്ട് സന്നാഹങ്ങളുമായിട്ടാണ് പോകേണ്ടത്. അങ്ങനെയുണ്ടായിട്ടില്ല. അദ്ദേഹം പോയി യുദ്ധത്തിന് വേണ്ടിയല്ല, അദ്ദേഹം ഭരണകാലം വേണ്ടിയാ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം കബളിപ്പിക്കുന്നവരാണ്. അവരെ യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് ഇബ്നു സിയാദിന്റെ അല്ലെങ്കിൽ യസീദിന്റെ ഭീഷണി കൊണ്ടാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തം പിന്തുണ കൊടുക്കുകയും എന്നിട്ട് മറ്റുള്ളവരുടെ വാണ്ഡ്യമെങ്കിൽ ഭീഷണി ഉയർത്തി വെറുപ്പിയപ്പോൾ അതിന് പിൻവാങ്ങുകയും ചെയ്ത ഇസ്ലാമിക സമൂഹം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ പിൻവാങ്ങി ഹുസൈൻ ഏകനായി, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായി. ഇബ്നു സിയാദിന്റെ സൈന്യം വന്നു, മുഖത്തോട് മുഖത്തിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കണം, എനിക്ക് എത്തിയത് നേരിൽ കാണാം, അല്ലെങ്കിൽ അത് തിരിച്ചു പോകാൻ അനുവദിക്കണം. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകൂടി തിരിച്ചു പോകാം, ഞാൻ നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ല, അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ അനുവദിക്കും. ഇല്ലെങ്കിൽ യസീദിനെ കാണാൻ, അമീറിനെ കാണാൻ, അല്ലെങ്കിൽ ഖലീഫയെ കാണാൻ അനുവദിക്കില്ല. ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇബ്നു സിയാദിന്റെ സൈന്യം സമ്മതിച്ചില്ല. അവിടെയാണ് വാഖിഅത്ത് കർബല അല്ലെങ്കിൽ കർബല എന്ന് പറയുന്നത്. ആ ഒരു യുദ്ധമെന്ന് പറയാൻ കഴിയില്ല. യുദ്ധമാണ് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടട്ടെ. അദ്ദേഹം യുദ്ധത്തിലേക്ക് എടുത്ത് ചാടപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നെ അവിടെ വന്നിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല. ഒരു ഭാഗം ആയുധങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളത് ചെയ്തില്ലാന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്താണോ മുന്നിലുണ്ടായിരുന്ന വഴി അദ്ദേഹം ഉള്ളത് എടുത്തുകൊണ്ട് പോരാടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹുസൈൻ വധിക്കപ്പെടുന്നത്. ഇത് വലിയ സംഭവമാണ്. അദ്ദേഹത്തെ വധിച്ചു എന്ന് മാത്രമല്ല, വളരെ മോശപ്പെട്ട രൂപത്തിൽ
ആ വിഷയം കൈകാര്യം ചെയ്തു എന്നതും ഇസ്ലാമിക ആ കാലഘട്ടത്തിലെ ഭരണാധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച ഭരണാധികാരം ഉണ്ടായപ്പോൾ ഒരു ഒരു പിന്നെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ശിവനാഥാന്റെ പൗത്രൻ ഇത്ര ദാരുണമായി കൊല്ലപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് വളരെ അനാദര രൂപത്തിൽ പെരുമാറുക എന്നതും ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. അതാണ് യഥാർത്ഥത്തിൽ പറയുന്ന ഈ അദ്ദേഹത്തോടുള്ള പ്രശ്നവും അദ്ദേഹത്തോടുള്ള സങ്കടവും അത് കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്ന. അങ്ങനെ പ്രവാചകനോട് ഏറ്റവും അടുത്ത ഒരു പ്രവാചകന്റെ പൗത്രൻ വധിക്കപ്പെട്ടു എന്നത് ചിലർക്ക് താങ്ങാൻ കഴിയാൻ ദുഃഖമായിട്ട് മാറി. അതുകൊണ്ടാണ് അതിൽ പലരും കരയുകയും വിലപിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ സമൂഹം അങ്ങനെ കഴിഞ്ഞുപോയി, അങ്ങനെ എന്നും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കേട്ട പാട്ടുകളാണ് എന്നും കരയില്ല എന്നുള്ളത്. അപ്പോൾ കർബല സംഭവം ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ വധിക്കപ്പെട്ടതിൽ ഇസ്ലാമിക സമൂഹം നിറഞ്ഞു തേങ്ങി. ഭരണാധികാരികൾക്കെതിരെ ശക്തമായ മറുചിന്തകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് ഹുസൈൻ കൂറ് പ്രഖ്യാപിച്ചവർ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, കൂഫക്കാർക്ക് ഈ വിഷയത്തിൽ വല്ലാത്ത മനസ്താപം ഉണ്ടായിരുന്നതാണ്. അവര് വഴിയാണല്ലോ യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വലിയ മനസ്താപമുണ്ടായി. അതുകൊണ്ട് അവരതിന്റെ പേരിൽ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, മാറപ്പടിച്ചിട്ടുണ്ട്. ആ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണോ ഹുസൈൻ റളിയല്ലാഹുവിനെ വധിക്കാൻ ഇടവരുത്തിയത് അവരിന്നും വിരമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. വധിച്ചവരല്ല, വധിക്കാൻ കൂട്ടുന്നതാണ്. അവർക്ക് ആ വിഷമം മാറിയിട്ടില്ല എന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിനൊരു ഇസ്ലാമിക മാനമുണ്ടോ എന്ന് നമ്മൾ വിറപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ കരയാൻ പാടുണ്ടോ, വാർത്തറിയിക്കാൻ പാടുണ്ടോ, ഒരു സംഭവത്തിന്റെ പേരിൽ അങ്ങനെ കരയാൻ പാടുന്നു വെച്ചാൽ ആകപ്പാടെ നമുക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നെത്തിയ വിവരമെന്ന് പറഞ്ഞാൽ മാറത്തടിച്ചും നെഞ്ചത്തടിച്ചും കരയുന്നവർ, മാറു വലിച്ചു കീറി എന്നിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് തെറ്റാണെന്നാണ് ഇസ്ലാമിക സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അനുശോചനം ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു വലിയ ഒരു ദുഃഖം സംഭവം ഉണ്ടായാൽ അതിനെ എത്രത്തോളം ദുഃഖിക്കാമെന്നതിന് പോലും ഇസ്ലാം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 3 ദിവസം ദുഃഖാനും നമുക്കറിയാലോ. അതിനപ്പുറം ഇസ്ലാമിക സമൂഹം ഒരു സമൂഹത്തിന്റെ പേരിലും ദുഃഖിച്ചിട്ടില്ല. കർബല മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിൽ അതിനേക്കാൾ ഭീകരമായ സംഭവങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു സംഭവത്തിന്റെ പേരിൽ കുറച്ച് പോകാൻ പാടില്ല. ഒരു സംഭവത്തിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവൻ ചരിത്രവും അടിമുടി നിൽക്കാൻ പാടില്ല. ഒരു സംഭവത്തിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രത്യേകമായ വിഭാഗീയത കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ വലിയ ആഘോഷങ്ങളും വലിയ ആചാരങ്ങളും വലിയ ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷങ്ങളും സൃഷ്ടിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സംഭവത്തിന് അങ്ങനെ ഒരു ദുഃഖം പ്രകടിപ്പിക്കുന്നതിന് ഇസ്ലാമികമായി ന്യായീകരണമില്ല. ഇസ്ലാമികമായി ന്യായീകരണമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ പങ്കുചേരാത്തതും അതിനോട് അനുകൂലത പ്രഖ്യാപിക്കാത്തതും. അതിനർത്ഥം അവർ ചെയ്യുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്, അവർ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടതല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയില്ല. രണ്ടിനുമിടയിൽ ഒരു ചരിത്രപരമായ ഒരു വേർതിരിവ് ഉണ്ടായിപ്പോയി. അങ്ങനെ സംഭവിച്ചു പോയി. അതിന്റെ പിന്നിലുള്ള പ്രേരണകളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു പോയി. അവരിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. വിഭാഗങ്ങൾ 12ഓളം ഇമാമുകൾ അവർ എണ്ണി പറയുന്നുണ്ട്. അത് വായിച്ചാൽ ചിലപ്പോൾ ഓർമ്മ നിൽക്കൂല. 12 ഇമാമുകൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ നിന്നോട്ട് വന്നിട്ട് തുടങ്ങുന്ന 12 ഇമാമിയത്ത് എന്ന് പറയുന്നത് ഇസ്നാശരിയ എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. 12 ഇമാമുകളാണ് ഇസ്ലാമിക സമൂഹത്തില് ഭരണത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ യോഗ്യരായവർ. ഇമാമിയത്ത് എന്ന ഒരു സങ്കല്പം ഇവരുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് വ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഇമാമില്ലാതെ കാര്യം നടക്കുക. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നമ്മൾ നിസ്കാരത്തിന് എന്നാൽ ഇമാമില്ലാത്ത സന്ദർഭത്തിൽ അവർ ഒറ്റക്കൊറ്റ നമസ്കരിക്കും.